നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അനോമലി സ്കാൻ അഥവാ 5ാം മാസത്തിൽ നമ്മൾ ചെയ്യുന്ന സ്കാനിനെ പറ്റിയാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള എല്ലാ അമ്മമാർക്കും പണ്ട് മുതലേ തന്നെ അഡ്വൈസ് ചെയ്തു പോകുന്ന ഒരു സ്കാനാണ് 5ാം മാസത്തെ സ്കാൻ അഥവാ അനോമലി സ്കാൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തുകൊണ്ട് ആ സമയത്ത് ചെയ്യുന്നു, അതായത് 5ാം മാസത്തിൽ ചെയ്യുന്നു, എത്ര ആഴ്ച വരെ നമുക്കത് ചെയ്യാം, അതിൽ ചെയ്ത് നേരത്തെ താമസിച്ചു പോയാൽ എന്താണ് പ്രശ്നങ്ങൾ, അതിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്തൊക്കെയാണ് അതിൽ നോക്കുന്നത്, അതിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന 5ാം മാസത്തെ സ്കാൻ എന്ന് പറയുന്നത് യൂഷ്വലി 20 ആഴ്ചയ്ക്ക് ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാല്, നമുക്ക് ഗവൺമെന്റ് അംഗീകൃതമായിട്ട് നമുക്കൊരു ആക്ട് ഉണ്ട്, അതായത് MTP ആക്ട്. അതായത് എന്തെങ്കിലും കുഞ്ഞിന് മേജർ ആയിട്ടുള്ള അംഗവൈകല്യങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് മെഡിക്കലി നമുക്ക് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്ത് കൊടുക്കാം, അതായത് അബോർഷൻ ചെയ്ത് കൊടുക്കാം. എപ്പോ വരെ ചെയ്യാൻ പറ്റുമായിരുന്നു? നമുക്ക് 20 ആഴ്ച വരെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് 2023 ആ ആക്ടിൽ ഒരു വ്യത്യാസം വന്നു. അത് വന്നതനുസരിച്ചിട്ട് നമുക്ക് 24 ആഴ്ച വരെ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള അമ്മമാർക്ക് നമുക്ക് അബോർഷൻ ചെയ്തു കൊടുക്കാൻ പറ്റും. ഏതാണ് ആ സ്പെഷ്യൽ കാറ്റഗറി എന്ന് ചോദിച്ചാൽ, ഈ വിക്ടിംസ്, എങ്ങനെയുള്ള വിക്ടിംസ്, സെക്ഷൽ അബ്യൂസ്, റേപ്പ്, അല്ലെങ്കിൽ മെന്റലി ഡിസബിലിറ്റി ഉള്ള അമ്മമാര്, അങ്ങനെയുള്ള അമ്മമാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കേസുകൾക്ക്, അല്ലെങ്കിൽ സിവിയർ ആയിട്ട് അനോമലസ് ആയിട്ടുള്ള ബേബി ഉള്ള അമ്മമാർക്ക്, അവർക്ക് ആ ബേബി ജനിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങി വന്നാൽ ആ ബേബിക്ക് ലൈഫിലോട്ട് കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസ് ചെയ്താൽ പോലും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത അനോമലീസ് ഉള്ള ബേബീസ് ആണെങ്കിൽ നമുക്ക് ഇവർക്ക് മെഡിക്കലി ടെർമിനേഷൻ ഓഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 5ാം മാസത്തിൽ സ്കാൻ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ നമുക്ക് ഏകദേശം നമ്മൾ സാധാരണ സ്കാൻ ചെയ്യുന്നത് ഒരു 19 ആഴ്ച മുതൽ 22 ആഴ്ച വരെയൊക്കെ നമ്മൾ സ്കാൻ ചെയ്യാറുണ്ട്. 5ാം മാസത്തെ സ്കാൻ അഥവാ അനോമലി സ്കാൻ ചെയ്യാറുണ്ട്. അപ്പൊ ആ ടൈമിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ടൈം എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ബേബി വളരെ ചെറുതാണ്, അതായത് ഒരു 300 മുതൽ 400 ഗ്രാം വരെ ബേബി ആ സമയത്ത് ഉണ്ടാവുള്ളൂ. അപ്പോ ആ സമയത്ത് ബേബിക്ക് ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അതായത് കൈകാലുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, കണ്ണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, മൂക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എല്ലാ ഭാഗങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആണോ എല്ലാം എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് വലുതായി പോയി കഴിഞ്ഞാൽ, അതായത് ബേബി ഒരു 28 ആഴ്ച 27 ആഴ്ചയൊക്കെ വലുതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേബി ഏകദേശം 1 കിലോ ആവും. പിന്നെ അമ്മയുടെ വയറ്റിനുള്ളിൽ ബേബി കിടക്കുന്നത് ചുരുണ്ടുകൂടിയായിരിക്കും. അപ്പൊ നമുക്ക് കൈയോ കാലോ ഒന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അത്രയും ക്ലാരിറ്റിയോടുകൂടി കാണാൻ പറ്റണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടൈം പീരീഡ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് റീസൺ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഒരു സ്കാൻ ചെയ്യുന്ന ഡോക്ടർ ഈ അനോമലി സ്കാനിൽ നോക്കാം. ഫസ്റ്റ് ആദ്യം തല മുതൽ താഴോട്ട് പോകാം. നമുക്ക് തലയിൽ എടുക്കുമ്പോഴത്തേക്കിന് തലയോട്ടി ഉണ്ടോ എന്ന് നോക്കും. തലയോട്ടി ഇല്ലാതെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകളുണ്ട്. അതിനെയാണ് അനൻകെഫാലി എന്ന് പറയുന്നത്. അതൊരു മേജർ അനോമലിയാണ്. അത് കഴിഞ്ഞ് തലയോട്ടി ഉണ്ടോ എന്ന് നോക്കും. അത് കഴിഞ്ഞ് ഉള്ളിൽ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള പാർട്സ് ഓഫ് ബ്രെയിനിന്റെ മെയിൻ ഭാഗങ്ങൾ, അതായത് സെറിബ്രം, സെറിബെല്ലം, അതുപോലെ തന്നെ വേർമിസ്, അങ്ങനെ പറയുന്ന 3 ഭാഗങ്ങളുണ്ട്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നട്ടെല്ല് നോക്കും. നട്ടെല്ലിലും എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ നോക്കും. അതുപോലെ തന്നെ സ്പൈനൽ കോഡ് നോക്കും. അപ്പൊ ഇത്രയും നമ്മൾ ബ്രെയിനുമായിട്ട് ഡെവലപ്പ് റിലേറ്റ് ചെയ്ത ഭാഗങ്ങളാണ്. അപ്പോ ഇതിനകത്ത് ഈ ബ്രെയിനിൽ ഈ സെറിബ്രം, സെറിബെല്ലം, ഈ വെർമിസ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളിൽ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ, എന്തെങ്കിലും ഡെവലപ്മെന്റ് ഡിഫക്റ്റ് ആ സമയത്ത് കാണത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ചില കുഞ്ഞുങ്ങളുടെ ഒരു ഭാഗം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, വെർമിസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പം ബ്രെയിൻ മൊത്തമായിട്ട് താഴോട്ട് ഇറങ്ങിയിരിക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. അതിന് പോരാഞ്ഞിട്ട് നമ്മൾ തലച്ചോറിന് ഉള്ളിൽ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന ചില പോർഷൻസ് ഉണ്ട്. അതിന് നമ്മൾ സെറിബ്രൽ വെൻട്രിക്കിൾസ് എന്നാണ് പറയുന്നത്. അത് നോർമൽ സൈസ് ആണോ, അതിൽ അമിതമായ വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. അത് കഴിഞ്ഞാല് നമ്മൾ പിന്നെ നോക്കുന്ന ഫേസ് ആണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രെയിൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ്. അത് കുഞ്ഞ് വയറിനുള്ളിൽ ഉണ്ടായി തുടങ്ങുന്നത് മുതൽ ഏകദേശം കുഞ്ഞ് ജനിച്ച് 2 വർഷം വരെ അതിന്റെ ഡെവലപ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ്. ഇതിനകത്ത് ഇനിയും വേറെ ഓരോ കുഞ്ഞിന്റെ IQ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് എല്ലാം ബാധിക്കുന്ന ഓരോ ഭാഗങ്ങൾ ഇതിനുള്ളിലുണ്ട്.
അതായത് വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ, അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ വളവുകൾ അഥവാ സൾസെ, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് നോർമൽ ആണോ ഇല്ലയോ, ആ സമയത്ത് നോർമൽ ആണോ ഇല്ലയോ എന്നൊന്നും നമുക്ക് സ്കാൻ വഴി കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ അത് ബ്രെയിൻ. ഇനി അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നട്ടല് നോക്കും, നട്ടലിന്റെ കണ്ടിന്യൂഷൻ നോക്കും, സ്പൈനൽ കോഡ് ഉണ്ടോ നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന ഫേസ് ആണ്. ഫേസിനകത്ത് കണ്ണിനകത്ത് എന്താ നോക്കാൻ പറ്റുക? എല്ലിലെ ഹോള്, കണ്ണിന് ഇരിക്കാൻ പറ്റുന്ന ഹോള്, അതിനെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. അത് രണ്ടും ഉണ്ടോ നോക്കും. കണ്ണിലെ ലെൻസ് ഉണ്ടോ നോക്കും. ഇത് രണ്ട് പോർഷൻ മാത്രമേ നമുക്ക് ആ സമയത്ത് കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ മൂക്കിന്റെ എല്ല്, അതുപോലെ തന്നെ അപ്പർ ലിപ്പ്, ഈ ചുണ്ട്, മേൽ ചുണ്ട് കാണാൻ പറ്റും. മേൽചുണ്ടും താഴ്ചുണ്ടും കീഴ്ചുണ്ടും. അതിൽ മേൽചുണ്ടിൽ നമുക്ക് ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ക്ലഫ്റ്റ് ലിപ്പ് എന്നാണ് പറയാം. അപ്പൊ ക്ലഫ്റ്റ് ലിപ്പ് ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഉള്ളിലോട്ടും കൂടെ നോക്കാം, ഉള്ളിലോട്ട് അതിന്റെ എന്തെങ്കിലും എക്സ്റ്റൻഷൻ ഉണ്ടോ എന്ന്. പക്ഷെ ചില കുട്ടികൾ പുറമേ ഒരു വ്യത്യാസവും ഇല്ലാതെ ക്ലിയർ ആയിട്ട് ഇരുന്നിട്ട് ഉള്ളില് പാലറ്റ്, അതാണ് അണ്ണാക്കെന്ന് പറയുന്നത്, നമ്മൾ വിഴുങ്ങുന്ന ഭാഗം, ആ ഭാഗത്ത് ചിലപ്പോൾ സെപ്പറേഷൻ ആയിട്ട് വരാറുണ്ട്. അതിനെ ക്ലഫ്റ്റ് പാലറ്റ് എന്നാണ് പറയുക. ഐസൊലേറ്റഡ് ആയിട്ട് ക്ലഫ്റ്റ് പാലറ്റ് മാത്രം, ലിപ്പില് വ്യത്യാസം ഇല്ലാതെ പാലറ്റ് മാത്രമായിട്ട് വരുന്ന കുട്ടികളെ അങ്ങനത്തെ സാധനങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉള്ളില് എല്ലിന്റെ പോർഷൻ ഉള്ളത് കാരണം തന്നെ അത് മറഞ്ഞിട്ട് നമുക്ക് ആ ഗ്യാപ്പ് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഇത്രയും ഫേസിൽ നോക്കാറുണ്ട്. അപ്പൊ ചെവി നോക്കാറുണ്ടോ എന്ന് ചോദിക്കും. ആക്ച്വലി ബൈ റൂൾ ചെവി നോക്കേണ്ടതില്ല. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ പുറമേ കാണുന്ന ചെവിയുടെ പോർഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇയർ, അതിന് ആക്ച്വലി കുഞ്ഞിന്റെ കേൾവിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ റോൾ ഇല്ല എന്നുള്ളതാണ്. അതായത് കേൾവി ജസ്റ്റ് സൗണ്ട് കളക്ട് ചെയ്ത് ഉള്ളിലേക്ക് അതിനെ സൗണ്ടിനെ കടത്തി വിടുക എന്നുള്ളത് മാത്രമാണ്, ഡയറക്ട് ചെയ്ത് വിടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ എക്സ്റ്റേണൽ ഇയറിന്റെ ജോലി. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പലപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ആയിരിക്കില്ല നോക്കിയിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് സൈഡിലെയും ചെവികൾ കാണാൻ പറ്റുള്ളൂ. അതല്ല ഒരു സൈഡ് ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഒരു സൈഡിലെ ചെവി മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ബൈ റൂൾ അത് ആക്ച്വലി നോക്കേണ്ടില്ല. കാരണം ബേബിക്ക് അത് കാരണം ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്, അതില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഇയറിനെ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് ചെസ്റ്റ്, അതായത് നെഞ്ചിനകത്ത് ലങ്സ് ഉണ്ടാവും, ഹാർട്ട് ഉണ്ടാവും. ലങ്സിനകത്ത് ആക്ച്വലി മെയിൻലി നോക്കുന്നത് മെയിൻ ആയിട്ട് എന്തെങ്കിലും വലിയ മാസ്, അതായത് മുഴകൾ എന്തെങ്കിലും ഉണ്ടോ, അതിനകത്ത് സിസ്റ്റ് പോലത്തെ എന്തെങ്കിലും ഭാഗങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഹാർട്ടാണ്. ഹാർട്ടിൽ ആക്ച്വലി 4 ചേമ്പേഴ്സ്, അതായത് 4 കളങ്ങളാണുള്ളത്. ഹാർട്ടിനെ റൈറ്റ് ഭാഗവും ലെഫ്റ്റ് ഭാഗവുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന നടുക്കൂടെ ഒരു ചെറിയൊരു പേശിയുണ്ട്, അതിനാണ് സെപ്റ്റം എന്ന് പറയുന്നത്. അതുണ്ടോ നോക്കും. 4 ഭാഗങ്ങളിൽ നിന്ന് വരുന്ന രക്തക്കൊഴലുകൾ നോർമൽ ആണോ നോക്കും. ഈ 4 അറകളും ചേമ്പേഴ്സിന്റെ നീളം അല്ലെങ്കിൽ വലിപ്പം കറക്റ്റ് ആണോ നോക്കും. ഇത് അല്ലാതെ ഈ സെപ്റ്റം, അതായത് ഈ റൈറ്റും ലെഫ്റ്റ് ഭാഗങ്ങളായി തിരിക്കുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ ഹോളുകൾ, അതിനെയാണ് നമ്മൾ ASD VSD എന്നൊക്കെ പറയുന്നത്. അത് ചിലപ്പോൾ 1 മില്ലിമീറ്ററോ അല്ലെങ്കിൽ 2 മില്ലിമീറ്ററോ വരുന്ന ഹോളുകളായിരിക്കാം. അത് ചിലപ്പോൾ സ്കാനിൽ കാണാൻ പറ്റണം എന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ നോർമലി തന്നെ കുഞ്ഞു ഉള്ളിൽ കിടക്കുമ്പോൾ കുഞ്ഞിന് ഹാർട്ടിന്റെ റൈറ്റ് ഭാഗവും ലെഫ്റ്റ് ഭാഗവും തമ്മിൽ ഈ സെപ്റ്റം വഴി കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അത് നോർമലായിട്ട് കുഞ്ഞിന് ഉള്ളിൽ ജീവിക്കാൻ ആവശ്യമുള്ളതാണ്. അത് കുഞ്ഞ് പുറത്തിറങ്ങി വന്നു കഴിയുമ്പോൾ അത് നാച്ചുറലി ക്ലോസ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ കണക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹോൾസ് ചിലപ്പം കണ്ടുപിടിക്കാൻ പറ്റണം എന്നില്ല. അത് ഹാർട്ടായി. ഇനി താഴേക്ക് പോകുമ്പോൾ നമ്മള് സ്റ്റൊമക് ബബിൾ, അതായത് വയറിനകത്ത് കുഞ്ഞ് വെള്ളം കുടിക്കുന്നത് കാരണം വയറിനെടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ വെള്ളം കളക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് സ്റ്റൊമക് ബബിൾ. അത് എന്തിനു നോക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴോട്ട് എന്തെങ്കിലും ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോ, അത് കാരണം അവിടെ വലുതായിരിക്കുകയാണോ, അത് കാണാനുണ്ടോ, വയറ് കാണാനുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് നോക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കിന് നമ്മൾ നോക്കുന്നത് ചെറുകുടലാണ്. ആക്ച്വലി ലാർജ് ഇൻഡസ്റ്റൈൻ അഥവാ വൻകുടൽ നമുക്ക് കാണാൻ പറ്റുന്നത് 7-ാം മാസത്തെ 8-ാം മാസത്തെ സ്കാനിലെ നേരാണ് കാണാൻ പറ്റും, ചെറുകുടൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന ജെനൈറ്റൽസ്, അതായത് കുഞ്ഞിന്റെ ജനറ്റിക് ഭാഗം, അതായത് മർമ്മഭാഗം. ആ ഭാഗം ആക്ച്വലി നോക്കാറുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്, എന്തെങ്കിലും അബ്നോർമാലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ആക്ച്വലി ബൈ റൂൾ, അതായത് നമ്മുടെ ഗവൺമെന്റ് റൂൾസ് അനുസരിച്ച് നമുക്ക് ഇന്ത്യക്കകത്ത് ജെനൈറ്റൽസ് നോക്കാനോ അതിന് ഫോക്കസ് ചെയ്യാനോ അതിനെപ്പറ്റി നമുക്ക് ബൈസ്റ്റാൻഡേഴ്സിന്റെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ അടുത്ത് സംസാരിക്കാനോ ഡിസ്കസ് ചെയ്യാനോ പാടില്ല എന്നാണ്. അത് സൈൻ ചെയ്തിട്ടാണ് എല്ലാ പേഷ്യൻസും ആക്ച്വലി സ്കാൻ റൂമിനകത്ത് കയറാറ്. അതായത് സെക്സിനെ പറ്റി സംസാരിക്കില്ല, ചോദിക്കില്ല എന്നുള്ളത്. അപ്പൊ ആക്ച്വലി 5-ാം മാസത്തെ സ്കാനിൽ സെക്സ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, പക്ഷെ വളരെ ചെറുതാണ്. അതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ അതിൽ ടെസ്റ്റിസ് കറക്റ്റ് ആയിട്ട് ആ പുറത്തുള്ള സഞ്ചി, അതായത് സ്ക്രോട്ടത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണമെങ്കിൽ 7-ാം മാസം 8-ാം മാസം ആയാലേ നമുക്ക് ക്ലാരിറ്റിയോടെ അറിയാൻ പറ്റും. പക്ഷെ ഒരു ഡോക്ടേഴ്സും സ്കാൻ ചെയ്യുന്ന ഡോക്ടേഴ്സ് നോക്കാറില്ല.
പിന്നെ നമ്മൾ ചോദിക്കുന്ന കൈകാലുകളാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും 5 വിരൽ ഉണ്ടോ എന്റെ കുട്ടിക്ക്, കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. ആക്ച്വലി ഒരു കുഞ്ഞിന്റെ 5 വിരലുകളും ഉണ്ടോ അല്ലെങ്കിൽ 5 വിരലിൽ കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് നോക്കണമെങ്കിൽ കുഞ്ഞ് കൈ ഇങ്ങനെ വെച്ച് കാണിച്ചു തരണം. ഇങ്ങനെ ഒരു 20 മിനിറ്റ് ചെയ്യുന്ന ഒരു സ്കാനിന്റെ ഇടയ്ക്ക് കൈ രണ്ടും ഇങ്ങനെ വെക്കുന്നത് വളരെ റയർ ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ കൈ ചുരുട്ടി വെച്ചേക്കായിരിക്കും. അങ്ങനെയാണ് നമുക്ക് വിരലുകളെല്ലാം കാണാൻ പറ്റണം എന്നില്ല. അപ്പൊ എന്താണ് ആക്ച്വലി നോക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 സെഗ്മെന്റ് എല്ലുകൾ ഉണ്ടോ നോക്കും. അതായത് കൈയുടെ 3 ഭാഗങ്ങളിലെ എല്ലുകൾ ഉണ്ടോ നോക്കും, കാലിലെയും അതുപോലെ തന്നെ 3 ഭാഗങ്ങളിലെ എല്ലുകൾ ഉണ്ടോ നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ 3 ഭാഗങ്ങളും ഉണ്ടെന്നാണ് അർത്ഥം. പിന്നെ നമ്മൾ ഫിംഗേഴ്സ് ഉണ്ടോ നോക്കും, പക്ഷെ ഫിംഗേഴ്സ് എണ്ണാറില്ല. പക്ഷെ സ്പെസിഫിക്കലി അമ്മമാർക്ക്, അതായത് ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ അമ്മമാർക്ക് അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നോക്കണം എന്നാണെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്ന് നോക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ആക്ച്വലി നമ്മൾ അനോമലി സ്കാനിൽ കാണാൻ പറ്റുക. ഇനി ഇത് കഴിഞ്ഞിട്ട് പലരും ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. ക്രോമസോമൽ ഡിഫക്ട്സ്, അതായത് ജനിതക വൈകല്യങ്ങൾ, അത് അറിയാൻ പറ്റില്ലേ 5ാം മാസത്തെ സ്കാനില്? ആക്ച്വലി നമ്മൾ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ഫ്രണ്ടിൽ കാണുമ്പോൾ അയാളുടെ പുറം ഭാഗം നോക്കുമ്പോൾ, അതായത് മുഖത്ത് നോക്കുമ്പോൾ മുഖത്ത് എല്ലാ ഭാഗങ്ങളും ഉണ്ടോ, അയാൾക്ക് കൈയും കാലും ഉണ്ടോ എന്ന് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ശരിക്കും അയാളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, അതായത് അയാൾക്ക് ഷുഗറിന്റെ അസുഖം ഉണ്ടോ, അയാൾക്ക് BP ഉണ്ടോ, അല്ലെങ്കിൽ അയാൾക്ക് തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അല്ലാതെ അയാൾക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല. സെയിം വേ നമ്മളൊരു കുഞ്ഞിനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കുഞ്ഞിന്റെ പുറത്തുള്ള അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നോ മാത്രമേ ആ സ്കാൻ വഴി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നോർമലി നമ്മൾ 2D സ്കാൻ ആണ് ചെയ്യുക. എല്ലാവർക്കും 2D സ്കാൻ തന്നെയാണ് യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്നത്. സ്പെഷ്യൽ കേസസ് മാത്രമാണ് നമ്മൾ 4D അല്ലെങ്കിൽ 3D സ്കാൻസ് ഇത് ചെയ്യാറുള്ളൂ. അതെല്ലാവരും ടോളറേറ്റ് ചെയ്യാറില്ല, അത്രയും കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോ 2D സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് പുറമേയുള്ള ഭാഗങ്ങൾ മാത്രമേ കാണാൻ പറ്റൂ. ക്രോമസോമൽ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ജനറ്റിക് വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനാണ് നമ്മൾ 3ാം മാസത്തെ സ്കാനും അതിന്റെ കൂടെയുള്ള ഡബിൾ മാർക്കർ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റും, അത് കഴിഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്നും കുത്തിയെടുത്ത് വെള്ളം എടുത്ത് പരിശോധിച്ചിട്ടാണ് ശരിക്കും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ പലരും ചോദിക്കുന്നത് ബ്രെയിൻ, കുഞ്ഞിന്റെ IQ ലെവൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ? നോ. കുഞ്ഞിന് ഓട്ടിസം വരുമെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ IQ ലെവല്, ഓട്ടിസം, ഇതെല്ലാം ഭാവിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഇഷ്യൂസ് ആണ്. ഞാൻ പറഞ്ഞു, കുഞ്ഞിന്റെ ബ്രെയിൻ ഒരു 2 ഇയേഴ്സ് വരെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ആ സമയത്ത് വരുന്ന ഇഷ്യൂസോ അല്ലെങ്കിൽ ഓട്ടിസം വരാൻ സാധ്യതയുണ്ടോ എന്നൊന്നും നമുക്ക് സ്കാൻ ചെയ്യുന്നത് വഴി 5ാം മാസത്തെ സ്കാൻ വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ പറയുന്ന എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗ്രോത്ത് ഡിഫക്ട്സ്, അതായത് വളരെ റയർ ആയിട്ടുള്ള പ്രഗ്നൻസിയിൽ മാത്രമേ ഏർലി ആയിട്ട് ഗ്രോത്ത് ഡിഫക്ട്സ് വരാറുള്ളൂ. 20 ആഴ്ചയിൽ ഗ്രോത്ത് കുറവ് വരുന്നത് വളരെ റയർ ആണ്. സാധാരണ വളർച്ച കുറവ് വന്നു തുടങ്ങുന്ന ഒരു 28 ആഴ്ച, 30 ആഴ്ച, 32 ആഴ്ചയിലൊക്കെ സ്കാനിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫ്ലൂയിഡിന് വരുന്ന പ്രശ്നങ്ങൾ, ഫ്ലൂയിഡ് കൂടുതൽ, ഫ്ലൂയിഡ് കുറവ്, അതൊക്കെ യൂഷ്വലി ഒരു 27-28 ആഴ്ച കഴിഞ്ഞിട്ടാണ് സാധാരണയായിട്ട് കാണുക. പിന്നെ അതുപോലെ തന്നെ തലയിൽ വരുന്ന പ്രശ്നങ്ങൾ, മൈക്രോകെഫാലി, അതായത് കുഞ്ഞിന്റെ തലയുടെ വലിപ്പം കുറവ്, അതും സാധാരണയായിട്ട് ഒരു 7ാം മാസത്തെ 8ാം മാസത്തെ സ്കാനിലാണ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക. തലച്ചോറിനുള്ളിൽ വെള്ളം കെട്ടി നിൽക്കുക, അത് 5ാം മാസത്തിൽ ചിലപ്പോൾ നോക്കുമ്പോൾ കറക്റ്റ് എക്സാക്ട്ലി നോർമൽ ആയിരിക്കാം. ചിലപ്പോൾ അത് ഒരു 7ാം മാസത്തെ 8ാം മാസത്തെ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കാം അത് കുറച്ച് കൂടുതലായിട്ട് വെള്ളം കെട്ടി കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കിഡ്നിക്ക് വരുന്ന പ്രശ്നങ്ങൾ, കിഡ്നിക്ക് ഫസ്റ്റ് 5ാം മാസത്തിൽ നോക്കുമ്പോൾ നോർമൽ ആണെങ്കിലും അത് കഴിയുമ്പോൾ കുഞ്ഞിന്റെ യൂറിൻ പാസ് ചെയ്യുന്നതും കുഞ്ഞ് വെള്ളം കുടിക്കുന്നതും അതനുസരിച്ച് വ്യത്യാസം വരുന്നതനുസരിച്ച് കിഡ്നിയുടെ ട്യൂബുകൾക്ക് വികസനം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒരു 7ാം മാസത്തെ 8ാം മാസത്തെ സ്കാനിൽ മാത്രമേ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ജെനിറ്റാലിയ, മർമ്മഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം ആ സമയത്ത് മാത്രമേ ഡയഗ്നോസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് വൻകുടൽ. അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭാവിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ലേറ്റ് ഇവോൾവിംഗ് ആയിട്ടുള്ള അനോമലീസ് എന്ന് പറയും. അങ്ങനെ വരുന്ന പ്രശ്നങ്ങളൊന്നും ആക്ച്വലി 5ാം മാസത്തെ സ്കാനിൽ കാണാൻ പറ്റില്ല. അപ്പൊ അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. ചെയ്യണം, എക്സാക്ട്ലി. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജറായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, മേജറായിട്ട് വരുന്ന അനോമലീസ് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ സ്കാൻ ചെയ്ത് നോർമൽ എന്ന് പറയുന്ന 97 to 98%, 98% ബേബീസും നോർമൽ ആയിരിക്കും എന്നുള്ളതാണ്. അതിൽ വളരെ റയർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന 2% അല്ലെങ്കിൽ 3% കുട്ടികൾക്ക് മാത്രമാണ് മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അനോമലീസ് ആയിട്ട് കാണാറുള്ളൂ. അത് ചിലപ്പോൾ ഹാർട്ടിലുള്ള മൈനർ ഡിഫക്ട്സ് ആയിരിക്കാം, ചിലപ്പം കിഡ്നിയിൽ വരുന്ന മൈനർ ഡിഫക്ട്സ് ആയിരിക്കാം. അങ്ങനത്തെ ഇഷ്യൂസ് വളരെ റയർ ആയിട്ടേ കാണാറുള്ളൂ എന്നുള്ളതാണ്. അപ്പോ 5ാം മാസത്തെ എന്തിനാണ് സ്കാൻ ചെയ്യുന്നത്, എത്ര സമയത്തിനുള്ളിൽ സ്കാൻ ചെയ്യണം, എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.